രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി തുറന്നുകാട്ടലുകൾ രാജ്യത്ത് വലിയ തോതിൽ ചർച്ചയായിരുന്നു. ഇന്ത്യൻ മണ്ണിൽ പലവട്ടം ആവർത്തിച്ച കാര്യങ്ങൾ വിദേശത്ത് പോയും അതിശക്തമായ ഭാഷയിൽ രാഹുൽ ഗാന്ധി ആവർത്തിച്ചു. ഇക്കഴിഞ്ഞ ദിവസം ഇന്ത്യക്ക് പുറത്തുപോയി ഇന്ത്യൻ സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ വിമർശിക്കാമോ എന്നാണ് BJP ചോദിക്കുന്നത്. ജർമ്മനി സന്ദർശിക്കുന്നതിനിടെ മോദി സർക്കാരിനെതിരായി രാഹുൽ ഗാന്ധി സംസാരിച്ചതോടെ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി രാജ്യവിരുദ്ധനാക്കിയിരിക്കുകയാണ് BJP. പ്രതിപക്ഷ നേതാവിന്റെ വിമർശനങ്ങൾക്ക് മറുപടി നൽകാതെ ദേശവിരുദ്ധനാക്കി ചിത്രീകരിക്കാൻ നോക്കിയാൽ മാത്രം ഉത്തരം പറയാതെ രക്ഷപ്പെടാനാകുമോ? BJPയെ വിമർശിച്ചാൽ ഇന്ത്യയെ അപമാനിച്ചു എന്നാണോ അർത്ഥം? രാജ്യത്തെ ഭരണഘടനാ സംവിധാനങ്ങളെ BJP പൂർണ്ണമായി രാഷ്ട്രീയമായി പിടിച്ചെടുത്തു. രാജ്യത്തിന്റെ ഭരണഘടനാപരമായ ചട്ടക്കൂടിന് നേരെ വലിയ ആക്രമണം നടക്കുന്നു. രാഷ്ട്രീയ അധികാരം കെട്ടിപ്പടുക്കാനുള്ള ഉപകരണമാണ് BJPക്ക് ഭരണഘടനാ സ്ഥാപനങ്ങൾ. BJP നേതാക്കൾക്കെതിരെ EDയോ CBIയോ ഒരു കേസ് പോലും എടുത്തിട്ടില്ല. ഒരു വ്യവസായി കോൺഗ്രസിനെ പിന്തുണച്ചാൽ അവർ ഭീഷണി നേരിടേണ്ടി വരും. പ്രതിപക്ഷ നേതാക്കളെയും പ്രതിപക്ഷത്തെയും പിന്തുണയ്ക്കുന്നവരെയും അന്വേഷണ ഏജൻസികൾ വേട്ടയാടും. ഇതൊക്കെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇന്ത്യയിൽ പ്രതിപക്ഷം പോരാടുന്നത് BJPയോട് മാത്രമല്ല, ഈ സംവിധാനങ്ങളോടെല്ലാമാണ്. ഇന്ത്യൻ ഭരണഘടന തന്നെ ക്രമേണ ഇല്ലാതാക്കാനാണ് BJP ലക്ഷ്യമിടുന്നത് എന്നും രാഹുൽ ഗാന്ധി പറയുന്നു. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പൂർണ്ണമായി BJPയുടെ കൈപ്പിടിയിലാണ്. 2024 ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി വ്യാപക വോട്ട് മോഷണം നടന്നു. ഹരിയാന തെരഞ്ഞെടുപ്പ് വിജയി കോൺഗ്രസ് ആണ് എന്നതിന് തെളിവുകൾ കയ്യിലുണ്ട്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പും നീതിയുക്തമായാണ് നടന്നതെന്ന് കോൺഗ്രസ് കരുതുന്നില്ല. വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പുകളടക്കം ക്രമക്കേടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു. ഫലമുണ്ടായില്ല. തെരഞ്ഞെടുപ്പ് യന്ത്രങ്ങളിൽ ക്രമക്കേട് നടത്തുന്നുവെന്നും കോൺഗ്രസ് ഉറച്ചു വിശ്വസിക്കുന്നു എന്നും രാഹുൽ ഗാന്ധി ജർമ്മനിയിൽ പറഞ്ഞു. നടക്കുന്നത് ഇന്ത്യയിലെ മാത്രമല്ല ആഗോള ജനാധിപത്യ സംവിധാനത്തിന് നേരെയുള്ള ആക്രമണമാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വയ്ക്കുന്നത്. ഇന്ത്യയിൽ നടക്കുന്നത് ജനാധിപത്യത്തിനെതിരെയും അനുകൂലവുമായ കാഴ്ചപ്പാടുകളുടെ പോരാട്ടമാണെന്നും അദ്ദേഹം പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാമ്പത്തിക മാതൃക അമ്പേ പരാജയമാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. മോദിയുടെ നയങ്ങൾ രാജ്യത്ത് പൗരന്മാർ തമ്മിൽ പോരടിക്കുന്ന ആഭ്യന്തര വൈരുദ്ധ്യം ഉണ്ടാക്കും എന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ പക്ഷം. രാജ്യത്ത് അരാജകത്വവും അസ്ഥിരതയും ഉണ്ടാക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് എന്നാണ് BJP ഇതിനോട് പ്രതികരിച്ചത്. രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി രാജ്യത്തിനെതിരെ സംസാരിക്കുന്ന ഇന്ത്യ വിരുദ്ധനാണ് എന്ന് BJP ആരോപിച്ചു. രാഹുൽ വിദേശത്ത് പോകുന്നത് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ ഏകോപിപ്പിക്കാനാണ്. ജോർജ് സോറോസിനെ പോലുള്ളവരുമായി ചേർന്ന് രാഹുൽ രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കുന്നു. ഇന്ത്യയെ സ്നേഹിക്കുന്ന ആരെങ്കിലും രാജ്യം പരാജയപ്പെടണം എന്ന് ആഗ്രഹിക്കുമോ? കോൺഗ്രസ് ജയിച്ച തെരഞ്ഞെടുപ്പുകളെ പറ്റി രാഹുലിൻ്റെ അഭിപ്രായം എന്താണ് എന്നുമാണ് BJPയുടെ ചോദ്യം. പക്ഷേ രാഹുൽ ഗാന്ധി ശീതകാല സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്നതിനെ CPIM വിമർശിക്കുന്നുണ്ട്, DMK വിമർശിക്കുന്നുണ്ട്, അവരെല്ലാവരും വിമർശിക്കുന്നുണ്ട്. ജോൺ ബ്രിട്ടാസാണ് ഈ വിമർശനം CPIMൽ നിന്ന് ഉന്നയിച്ചത്. പാർലമെന്ററി കലണ്ടർ അറിയാവുന്ന നേതാക്കൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കണം. രാഹുലിന് വിദേശയാത്ര നടത്താനുള്ള അവകാശമുണ്ട്, പക്ഷേ പാർലമെന്റിൽ വരണമായിരുന്നു. പാർലമെന്റിലെ രാഹുലിൻ്റെ സാന്നിധ്യം പ്രതിപക്ഷ ഐക്യത്തിനും മനോവീര്യത്തിനും പ്രധാനമുള്ളതാണ്. സ്പീക്കറുടെ ചായ സൽക്കാരത്തിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുത്തത് തെറ്റാണ് എന്നും ബ്രിട്ടാസ് പറഞ്ഞു. മഹാത്മാഗാന്ധിയെ രണ്ടാമത് വധിച്ചതിന് ശേഷമുള്ള ചായ സൽക്കാരത്തിൽ പങ്കെടുത്തത് ഉദകക്രിയയ്ക്കാണോ എന്ന ചോദ്യമാണ് ജോൺ ബ്രിട്ടാസ് ഉന്നയിച്ചത്. സനീഷ്, ഇക്കാര്യത്തിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ BJPയുടെ വിമർശനം. ഇന്ന് രാഹുൽ ഗാന്ധിയുടെ വിദേശത്ത് പോയുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. രണ്ട്, അതിനോടുള്ള BJPയുടെ പ്രതികരണം. മൂന്ന്, മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ മുന്നണിയോട് ചേർന്ന് നിൽക്കുന്ന CPIMനെ പോലുള്ള പാർട്ടികളടക്കം രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന വിമർശനങ്ങൾ. ഇതിൽ മൂന്ന് സാഹചര്യങ്ങളിലാണ് ഉണ്ടായിരിക്കുന്നത്. എങ്കിൽ പോലും എങ്ങനെയാണ് സനീഷ് വിലയിരുത്തുന്നത്? ഇതിനകത്ത് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ വളർച്ചയുടെ 70% BJP ഉണ്ടാക്കി കൊടുത്താണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ബാക്കി 30% രാഹുൽ ഗാന്ധി സ്വന്തം നിലക്ക് പണിയെടുത്തിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞാൽ കോൺഗ്രസ്സുകാരായിരിക്കും എന്നെ വിമർശിക്കുക. പക്ഷേ 70% അദ്ദേഹത്തെ വളർത്തിയത് BJP ആണ്. ആദ്യം കുറേ പപ്പു എന്നൊക്കെ വിളിച്ചിട്ട് ഇദ്ദേഹത്തെ വലിയ മാധ്യമ ശ്രദ്ധയുടെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. അദ്ദേഹം പണിയെടുത്തു, സ്വന്തം നിലയ്ക്ക് ഇങ്ങനെ വളർന്നു വന്നു. ഇപ്പോൾ അദ്ദേഹം നാട്ടിലില്ലാത്തപ്പോൾ പോലും അദ്ദേഹം പ്രധാനപ്പെട്ട ചർച്ചയാകുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. ഇപ്പോൾ നരേന്ദ്രമോദി ഒരുപാട് വിദേശയാത്ര ചെയ്യുന്ന ആളാണ്. അദ്ദേഹം നാട് വിട്ടങ്ങ് പോയി കഴിഞ്ഞാൽ BJP കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. പക്ഷേ മോദിജി എവിടെയാണെന്നുള്ള കാര്യമൊന്നും അങ്ങനെ വലുതായിട്ട് ചർച്ച ചെയ്യാറില്ല. പക്ഷേ രാഹുൽ ഗാന്ധി നാട്ടിലില്ലാത്തപ്പോൾ പോലും രാജ്യത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇപ്പോൾ രാഹുൽ ഗാന്ധിയാണ്. CPIMൻ്റെ കാര്യത്തിലേക്ക് ഞാൻ വരാം. BJP ഉണ്ടാക്കുന്ന ഈ കാര്യം, അതായത് BJPയുടെ സങ്കല്പത്തിലെ രാഷ്ട്രീയം എന്ന് വെച്ചാൽ മൂപ്പര് എയർപോർട്ടിലേക്ക് പോയിട്ട്, ഏത് രാഷ്ട്രീയ നേതാവാണെങ്കിലും എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ അവരുടെ രാഷ്ട്രീയം കോട്ടൂരി വെക്കുന്ന പോലെ അവിടെ ഊരി വെച്ചിട്ട് വേണം വിമാനം കയറിയിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോകാമെന്നാണ്. അതായത് ഇപ്പോൾ ഇവിടെ CPIMൻ്റെ MA ബേബി
വല്ല വിദേശ രാജ്യങ്ങളിലേക്കോ മറ്റോ പോകുന്നുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോൾ മൂപ്പര് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവാണെന്നുള്ള രാഷ്ട്രീയം എടുത്തിട്ട് അത് അവിടെ ഊരി വെക്കുക, എന്നിട്ട് പോവുക. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയക്കാരനാണ്, ഊരി വെക്കുക, പോവുക. പിന്നെ ഇത് മോദിയാണെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയം ഊരി വെക്കുക. അങ്ങനെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ അതിര് കടക്കുമ്പോൾ ഊരി വെക്കേണ്ടുന്നൊരു സംഗതിയാണ് എന്നാണ് ബി ജെ പിക്കാർ വിചാരിക്കുന്നത്. ഇതിപ്പോൾ അവരങ്ങനെ വിചാരിക്കാനുള്ള കാരണങ്ങളിൽ ഒരാൾ പ്രധാനപ്പെട്ടത് ശശി തരൂരാണ്. ശശി തരൂർ ഇതുപോലെ അങ്ങോട്ട് ചെല്ലുമ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ മോദിജി പിന്നെ നമ്മുടെ ആളാണല്ലോ എന്ന് പറഞ്ഞാൽ മോദിജി ഇങ്ങനെ പൊഴുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പം വന്ന് അതിര് ഇങ്ങോട്ട് വരികയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയാലും അദ്ദേഹം മോദിയെ അനുകൂലിക്കുന്ന നിലയായിട്ടുണ്ട്. അങ്ങനെയല്ല രാഷ്ട്രീയ പ്രവർത്തനം. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വെച്ചാൽ എവിടെ ചെന്നാലും പറയാനുള്ളത് പറയണം. രാഹുൽ ഗാന്ധി ധൈര്യത്തോടെ അവിടെ ചെന്ന് പറഞ്ഞു, എൻ്റെ നാട്ടിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്, എൻ്റെ നാട്ടിൽ ED പിന്നെ മറ്റ് സംവിധാനങ്ങൾ, ഈ ഭരണഘടനാ സംവിധാനങ്ങളൊക്കെ ഇവർ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയാണ് എന്ന് രാഹുൽ ഗാന്ധിക്ക് എവിടെയും ചെന്ന് പറയാം. അവിടെ ചെന്ന് പറയുമ്പോൾ അത് അസത്യമായിട്ട് മാറുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളി, അദ്ദേഹം പ്രതിപക്ഷ നേതാവാണെന്ന് അവിടെ ആർക്കും അറിയാതുണ്ടോ? പ്രതിപക്ഷ നേതാവായ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളെ വിമർശിക്കുമ്പോൾ രാജ്യത്തെ വിമർശിക്കുന്നത് എങ്ങനെയാവുന്നത്? ഇതിപ്പോൾ വന്ന് BJPയുടെ കാലത്ത് മോദിജിയെ ഒന്നും പറയാൻ പറ്റില്ല, അമിത്ഷാജിയെ ഒന്നും പറയാൻ പറ്റില്ല, BJP വിമർശിക്കാൻ പറ്റില്ല, പിന്നെ രാജ്യത്തിന് പുറത്തു പോയി കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല, ഇന്ത്യ വിരുദ്ധനാവുകയാണത്രേ. അതായത് നമ്മൾ കാണേണ്ടത് കഴിഞ്ഞ 2 തവണ ഭരിച്ചതിനേക്കാൾ കൂടുതൽ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് ഈ നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ മുന്നണി സർക്കാരാണ്. പക്ഷേ അവിടെ പോയി പുറത്തു പോയി പറഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാഹുൽ ഗാന്ധിക്ക് നല്ല പ്രചരണം കൊടുക്കുകയാണ് BJP ഇതിലൂടെ ചെയ്യുന്നത് എന്ന കാര്യം അവർ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിൽ അതാണ് സംഭവിക്കുന്നത്. ഇവിടെ ഇല്ലാത്തപ്പോൾ പോലും അദ്ദേഹത്തിന് പങ്കാളിത്തം കിട്ടുകയാണ്. പിന്നെ ജോൺ ബ്രിട്ടാസിൻ്റെ വിമർശത്തെ ഞാൻ അങ്ങനെ തന്നെ കാണുന്നുള്ളൂ യഥാർത്ഥത്തിൽ. അതായത് അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ, CPM ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ ചില വിഷയമൊക്കെ ഉണ്ട്. അതായത് പാർലമെൻറ്റ് സമ്മേളനം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടാകണ്ടേ എന്ന് വെച്ചാൽ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ പാർലമെൻ്ററി സമ്മേളനം നേരത്തെ നിശ്ചയിച്ചതല്ല. ആ പാർലമെൻ്ററി സമ്മേളനം നിശ്ചയിക്കുന്നതിന് മുമ്പ് തന്നെ ജർമ്മനിയിലെ മറ്റും പരിപാടികൾ ഏറ്റുപോയി എന്നാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു വിശദീകരണം. അത് ആ നിലക്ക് പരിഗണിക്കാന്നില്ല. പിന്നെ പ്രിയങ്ക ഗാന്ധി ചായ കുടിച്ചു എന്നൊക്കെ പറയുന്നത് അതിപ്പോൾ VD സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. VD സതീശൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളിയായിട്ടുള്ള പിണറായി വിജയനൊപ്പം നിന്ന് ചായ കുടിച്ചില്ല. അതൊക്കെ അതിനകത്തുണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ രാഹുൽ ഗാന്ധിക്ക് ഈ പറയുന്ന പുറത്തു പോയിട്ട് ഈ കാര്യങ്ങൾ രാഷ്ട്രീയമായിട്ട് വിമർശിക്കാനൊക്കെയുള്ള നല്ല അധികാരവും അവകാശവും ആ നിലക്കുണ്ട് എന്നാണ് നമ്മൾ പൊതുസമൂഹമാകെ തന്നെയും കാണേണ്ടത്. അത് പൊതുസമൂഹം അങ്ങനെ തന്നെ കാണുകയുള്ളൂ. രാഷ്ട്രീയമായിട്ട് അദ്ദേഹം ഇടവേളകൾ എടുക്കുന്ന രാഷ്ട്രീയ നേതാവാണ് എന്ന വിമർശമൊക്കെ സാങ്കത്യമുള്ളതായിരിക്കാം. അദ്ദേഹം മറ്റെല്ലാ രാഷ്ട്രീയ നേതാക്കളെയും പോലെ പ്രധാനപ്പെട്ട തോതിൽ പൂർണ്ണമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നില്ല എന്നുള്ള വിമർശം വേണമെങ്കിൽ നമുക്ക് ഉന്നയിക്കാവുന്നതാണ്. പക്ഷേ ഈ പറയുന്ന തരത്തിൽ അവിടെ പോയിട്ട് പുറത്തിറങ്ങിയാൽ പിന്നെ രാഷ്ട്രീയം പറയാനേ പാടില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം ബാലിശമായിട്ടൊരു വാദമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. രാഹുൽ ഗാന്ധി വളരെ നിർണായകമായ പല ഘട്ടത്തിലും അപ്രത്യക്ഷനായിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല നീണ്ട കാലയളവിലൊക്കെ, അതായത് ഈ കേരളത്തിൽ, ഇന്ത്യയിൽ ഈ 2014 ശേഷമുള്ള സാഹചര്യത്തിൽ ഈ രാജ്യത്ത് പ്രതിപക്ഷത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അപ്രതീക്ഷിതമായി അപ്രത്യക്ഷനാകുന്ന സാഹചര്യം മുമ്പുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ വിമർശനങ്ങൾ വേറൊരു തരത്തിൽ സജീവമായി ചർച്ചയാകുന്നത്. പക്ഷേ ആ ഓരോ തവണയും നമ്മൾ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചിട്ടുമുണ്ട്. രാഹുൽ ഗാന്ധി വളരെ പ്രധാനപ്പെട്ട ചുമതലയിലിരിക്കെ ഇങ്ങനെ നിരുത്തരവാദപരമായി പെരുമാറുന്നു എന്ന് തോന്നൽ നമ്മൾ പലപ്പോഴും, നമ്മുടെയൊക്കെ പ്രതീക്ഷകൾ രാഹുൽ ഗാന്ധി ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് കൂടുതൽ മികച്ച പ്രകടനം നടത്തും എന്ന് തന്നെയാണ്. അങ്ങനെ ഇരിക്കെ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ തൊഴിലുറപ്പ് ബില്ല് അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ അട്ടിമറി. തൊഴിലുറപ്പ് എന്നുള്ളത് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, പക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഏറ്റവും അഭിമാനത്തോടെ ആവർത്തിച്ചെടുത്ത് പറയാൻ കഴിയുന്ന ഒരു വലിയ പദ്ധതിയായിരുന്നു. രാജ്യത്തെ തന്നെ ജനങ്ങളുടെ ജീവിത നിലവാരത്തെ ഒറ്റയടിക്ക് മാറ്റിക്കളയുന്ന തരത്തിലുള്ള ബൃഹത് പദ്ധതി. ആ പദ്ധതി നടപ്പാക്കിയ പാർട്ടി കോൺഗ്രസ്സാണ്, മുന്നണി UPA ആണ്. അപ്പോൾ ആ കോൺഗ്രസിൻ്റെ ആ പദ്ധതിയിൽ വലിയ അട്ടിമറി നടക്കുന്നു എന്ന് മാത്രമല്ല, അവിടെ നിന്ന് ഗാന്ധി പോയി രാമൻ വരുന്ന തരത്തിൽ അതിൻ്റെ പേര് തന്നെ മാറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഇല്ലല്ലോ എന്നുള്ള സംശയം തോന്നാം. പക്ഷേ ഇത്തവണ ഞാൻ പൂർണ്ണമായും, മുമ്പ് എല്ലാ ഘട്ടത്തിലും രാഹുൽ ഗാന്ധിയെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് ഒപ്പം തന്നെയാണ് ഞാൻ ആ കാര്യത്തിൽ എൻ്റെ നിലപാട്. കാരണം അദ്ദേഹം അവിടെ പോയി സംസാരിച്ച കാര്യങ്ങളെല്ലാം അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളായി തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് പോലും സംശയിക്കാവുന്ന തരത്തിൽ, നമ്മൾ പോലും സംശയിക്കുന്ന തരത്തിൽ ഈ കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തു വരുന്ന കണക്കുകൾ എന്താണ്? കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച വിജയം നേടിയ പ്രദേശങ്ങളിലെ എല്ലാം വോട്ടുകൾ ഈ പറഞ്ഞതുപോലെ അപ്രത്യക്ഷരാകുകയാണ്. അജ്ഞാത വോട്ടുകൾ എന്ന ഗണത്തിൽപ്പെടുത്തി അപ്രത്യക്ഷരാകുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ ഇതിലൊരു അസ്വാഭാവികതയുണ്ട്. ആ അസ്വാഭാവികതയാണ് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറയുന്നത്. ഒരൊറ്റ കാര്യം കൂടി രാഹുൽ ഗാന്ധി ജർമ്മനിയിൽ പോയി പറഞ്ഞു. ഇത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു പ്രശ്നം എന്ന നിലയ്ക്കല്ല ഞാനിത് അവതരിപ്പിക്കുന്നത്. ഇത് ആഗോള ജനാധിപത്യ സങ്കല്പത്തിന് നേരെ നടക്കുന്ന ഒരാക്രമണം എന്ന നിലയ്ക്കാണ് ഞാനിതിനെ അവതരിപ്പിക്കുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതായത്
ഇതിനെ ഓരോ വിഷയത്തെ ഇപ്പം രാജ്യത്തൊരു യുദ്ധം ഉണ്ടായി, രാജ്യത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായി, പാകിസ്ഥാനുമായുള്ള സംഘർഷം ഉണ്ടാകുന്നു. ആ വിഷയം വിശദീകരിക്കാൻ പുറത്തു പോകുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണ് ശശി തരൂർ പറഞ്ഞ പോലെയൊക്കെ തന്നെ വേണം, രാജ്യത്തെ പ്രതിരോധിക്കുക തന്നെയാണ് അത്തരമൊരു ഘട്ടത്തിൽ വേണ്ടത്. പക്ഷേ ഇവിടുത്തെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ട ഒരു ശ്രമം ആഭ്യന്തരമായി നടക്കുന്നു എന്നുള്ള ഒരാരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നു. അതിൽ സംശയിക്കത്തക്ക തരത്തിലുള്ള ചില തെളിവുകൾ പുറത്തു വരികയും ചെയ്യുമ്പോൾ അതങ്ങനെ തന്നെയല്ലേ പറയേണ്ടത്? അത് മറ്റൊരു ജനാധിപത്യ രാജ്യത്ത് പോയി ആ വിഷയം അവതരിപ്പിക്കുമ്പോൾ ഇത് ജനാധിപത്യത്തിന്മേലുള്ള കടന്നുകയറ്റം എന്ന നിലയ്ക്ക് തന്നെയല്ലേ അദ്ദേഹം ആ കാര്യങ്ങളെ വിശദീകരിക്കേണ്ടത്. ആ കാര്യത്തിൽ ആ നിലയ്ക്ക് എന്തെങ്കിലും ഒരു തെറ്റുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഒറ്റ കാര്യം പറഞ്ഞുണ്ട്. അതായത് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉള്ളത്, ഈ രാഹുൽ ഗാന്ധി ഇടക്കാലത്ത് ഇവിടെ സംസാരിക്കുമ്പോൾ മാധ്യമങ്ങളൊന്നും കൊടുക്കില്ലായിരുന്നു, ഓർമ്മയുണ്ടോ? അതെ അതെ. ദേശീയ തലത്തിലെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ, രാഹുൽ ഗാന്ധി എന്ത് വലിയ രാഷ്ട്രീയ പ്രശ്നം പറഞ്ഞാലും കൊടുക്കുകയില്ലായിരുന്നു. ഇപ്പോൾ അദ്ദേഹം തന്നെ അത് മാറ്റിയെടുത്താണ്. അദ്ദേഹം പറഞ്ഞ വാർത്ത കൊടുക്കുന്ന പോലെയുണ്ട്. ആ കാലത്ത് ഈ അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം കേൾക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തതാണ് വിദേശത്ത് പോയിട്ട് പറയല്. കേംബ്രിഡ്ജിലൊക്കെ പോയിട്ട് സംസാരിച്ച ഓർമ്മയില്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം അവിടെ പോയിട്ട് പറയുമ്പോൾ ഇവിടെ ഒരല്പം തമസ്കരിക്കാൻ, ഇവിടെ പറഞ്ഞാൽ ഒരല്പം തമസ്കരിക്കാൻ ദേശീയ തലത്തിലെ മാധ്യമങ്ങൾ ശ്രമിക്കുമെങ്കിൽ അവിടെ പോയി പറഞ്ഞാൽ 1/10 ആംപ്ലിഫൈ ചെയ്യപ്പെടുക ഇവരുടെ എതിർപ്പ് കൊണ്ടുകൂടെ. അതുകൊണ്ട് വിദേശത്ത് പോയിട്ട് രാഷ്ട്രീയം പറയുന്നത് രാഷ്ട്രീയ തന്ത്രമായിട്ടാണ് രാഹുൽ ഗാന്ധി എടുത്തിട്ടുള്ളതെങ്കിൽ അതും നല്ലതാണെന്നൊരു തോന്നൽ എനിക്കുണ്ട്. അതെ അതെ. ഇപ്പോൾ BJP ആവർത്തിച്ച് പ്രചരിപ്പിക്കുന്നവരുടെ ട്രോളുകളിലെല്ലാം ലീഡർ ഓഫ് പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്. ഇത് പപ്പു പോലെ തന്നെ ആവാനാണ് സാധ്യത. അതായത് പപ്പു എന്ന കമ എന്നിപ്പോൾ BJP-ക്കാർ മിണ്ടത്തില്ല. എന്താണ് അവർക്കിപ്പോൾ മനസ്സിലായി, അത് രാഹുൽ ഗാന്ധിക്ക് കൂടുതൽ വിസിബിലിറ്റി കൊടുക്കുന്ന തരത്തിലുള്ള പ്രയോഗമായി പോയി എന്നുള്ള ബോധം. രണ്ട് കാര്യങ്ങളാണ് BJP മാറ്റിക്കളഞ്ഞു. ഒന്ന് നോട്ട് നിരോധനത്തിലുള്ള അഭിമാനം, രണ്ട് പപ്പുതല വിളി. അതെ അതെ. നോട്ട് നിരോധനത്തെ കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാനില്ല. അപ്പോൾ ഈ പറഞ്ഞ ഈ രാഹുൽ ഗാന്ധി ഇവർക്ക് ഇടതുപക്ഷത്തിൻ്റെയും DMK-യുടെയും ഒക്കെ വിമർശനത്തെയും ആ നിലയ്ക്ക് തന്നെ വേണം കാണാൻ. എനിക്ക് തോന്നുന്നത് അവർക്കെല്ലാം UPA എന്ന നിലയ്ക്ക് ഈ എന്താണ് തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ ഒരു വലിയ അഭിമാന പദ്ധതിയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ അത്തരം വിഷയങ്ങളടക്കം പരിഗണിക്കപ്പെടുന്ന ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി ഉണ്ടാകുന്നില്ല. പിന്നെ ഇതൊരു തുടർച്ചയുണ്ടല്ലോ. രാഹുൽ ഗാന്ധിക്ക് ഇത്തരത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അപ്രത്യക്ഷനാകുന്ന ഒരു തുടർച്ച, അല്ലെങ്കിൽ വിദേശ സഞ്ചാരത്തിൻ്റെ ഒരു പൂർവ്വകാലമെല്ലാം ഉള്ളതുകൊണ്ട് അതിനോട് ചേർത്ത് വെച്ച് ഇവരെല്ലാം DMK-യും CPM-ഉം ഒക്കെ ആ നിലയ്ക്ക് ആരോപിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. അതിനെ ആ നിലയ്ക്ക് ഗൗരവത്തിൽ കാണേണ്ടതില്ല. പിന്നെ ബ്രിട്ടാസിൻ്റെ കടുത്ത ഒരു വിമർശനത്തിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, കേരളത്തിലെ സാഹചര്യം കൂടി അതിനകത്തൊരു കാരണമാണ്. കാരണം ഒരാവശ്യമില്ലാതെ ഇവിടെ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതേ സാഹചര്യത്തിൽ തന്നെ അതിനെയും കണക്കാക്കിയാൽ മതി. ബ്രിട്ടാസിനെ മറ്റേ ബ്രിഡ്ജ് എന്നൊക്കെ പരിഹസിക്കാനും മുന്ന എന്ന് പരിഹസിക്കാനും ഒക്കെയാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ലീഗുകാരും എല്ലാം നിന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് തിരിച്ചടിച്ചേക്കാമെന്ന് എനിക്ക് തോന്നുന്നത് ബ്രിട്ടാസും ചിലപ്പോൾ കരുതിയിട്ടുണ്ടാവണം. രാഷ്ട്രീയ ആരോപണങ്ങൾ ഒരു ഒത്തുതീർപ്പിന്റെ സമീപനമാണോ ഈ ഘട്ടത്തിൽ? അതായത് ഈ രാഹുൽ ഗാന്ധി അവിടെ പോയി പ്രസംഗിച്ച വിഷയങ്ങളെക്കുറിച്ചല്ല ബ്രിട്ടാസ് പറയുന്നത്. ബ്രിട്ടാസ് പറയുന്നത് രാഹുൽ ഗാന്ധി ഇവിടെ നിന്നില്ല എന്നുള്ളതിനെ കുറിച്ചാണ്. അത് ഒരു ഒത്തുതീർപ്പിന്റെ സ്വഭാവമാണ്. പ്രതിപക്ഷ നേതാവ് നിൽക്കുന്നില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കപ്പെടുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഇവിടെ നിൽക്കാത്തത് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. പ്രിയങ്ക ഗാന്ധി ഇങ്ങനെ ചായ കുടിക്കാനായിട്ട് ഗഡ്കരിയെ പോയി കാണുന്നത് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എന്ന ആരോപണമാണ്. കാരണം ഗഡ്കരിയെ പോയി കണ്ടിട്ട് പ്രിയങ്കയുടെ മണ്ഡലത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെ തന്നെയല്ലേ ഞാൻ അവിടെ പോയിട്ട് സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ മറ്റേ ധർമ്മേന്ദ്ര പ്രധാനെ കണ്ടിട്ട് PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം. അതുകൊണ്ട് ആ വാദത്തെ നമുക്ക് വിടാം. പക്ഷേ രാഹുൽ ഗാന്ധി പുറത്തു പോയി സംസാരിച്ച കാര്യങ്ങളെല്ലാം ആ നിലയ്ക്ക് നിർണായകമായ വിഷയങ്ങൾ തന്നെയാണെന്നുള്ള കാര്യത്തിൽ എന്തായാലും എനിക്ക് തർക്കമൊന്നുമില്ല. BJP-യുടെ യുക്തി ഇതാണ്: BJP-യെ വിമർശിച്ചാൽ രാജ്യത്തെ വിമർശിക്കുകയാണ് എന്ന്, അപമാനിക്കുകയാണ് എന്ന്. അതെങ്ങനെയാണ് അവർ വിശദീകരിക്കുന്നതെന്ന് നമുക്ക് ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. CPIM-നെ വിമർശിച്ചാൽ അവർ കേരളം ഭരിക്കുന്നത് കൊണ്ട് മാത്രം കേരളത്തെ വിമർശിക്കുകയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞു എന്ന് സങ്കല്പിക്കുക. അത്ര തന്നെ അബദ്ധമാണ് ആദ്യം പറഞ്ഞതും. ദേശം, ദേശരാഷ്ട്രം, ഭരണം, ഭരണകൂടം, ഇത് നാല് സംഗതികളാണ്. നാലിനും 4 നിർവചനങ്ങളാണ്. നിർഭാഗ്യവശാൽ ഇത് 4ഉം BJP എന്ന രാഷ്ട്രീയ കക്ഷിയാണെന്നാണ് ആ പാർട്ടിക്കാർ പറഞ്ഞു നടക്കുന്നത്. BJP-യെ വിമർശിക്കുക എന്നാൽ ആ പാർട്ടിയെ മാത്രമാണ് വിമർശിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്തെയോ ഇന്ത്യൻ ഭരണകൂടത്തെയോ ഇന്ത്യ എന്ന ദേശസങ്കല്പത്തെയോ അല്ല. വിദേശത്ത് പോയി BJP-യെ വിമർശിക്കുന്നതിൽ നിയമപരമായി യാതൊരു തെറ്റുമില്ലതാനും. ഇക്കാര്യം പക്ഷേ നിർഭാഗ്യവശാൽ BJP-ക്കാർ മാത്രം മനസ്സിലാക്കുന്നില്ല എന്നതാണ് തമാശ.